പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ പുന്നക്കാട് ഗ്രാമം മാതൃകയാവുകയാണ്. പുന്നക്കാട് CSI സഭ ആവിഷ്കരിച്ച സാമൂഹ്യ വികസന പദ്ധതി ഗ്രാമത്തിനാകെ സാന്ത്വനം പകരുന്നതാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് പോകാം. 15 വർഷം മുൻപാണ് പുന്നക്കാട് CSI സഭ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ സംയുക്തമായി പുന്നക്കാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആവിഷ്കരിച്ചത്. ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കി മാനസിക പിന്തുണ നൽകുക എന്ന പ്രാഥമിക ലക്ഷ്യം മുൻനിർത്തി ആരംഭിച്ച പദ്ധതി ഇന്ന് ജാതിമത ഭേദമന്യേ ഗ്രാമവാസികൾക്കെല്ലാം പ്രിയപ്പെട്ട പദ്ധതിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിന് ശേഷം 3 ദിവസങ്ങളായിട്ടാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രാമത്തെ ഉദ്ധരിക്കുന്നതോടൊപ്പം ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ട കൈത്താങ്ങലുകളും അവർക്ക് വേണ്ടതായിരിക്കുന്ന നിർദ്ദേശങ്ങളും നൽകി വരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മുതിർന്നവരെയും കിടപ്പ് രോഗികളായവരെയും സന്ദർശിച്ച് ആവശ്യമായ വൈദ്യസഹായം നൽകും. 10-15 പേരോളം ഉണ്ട്. വയ്യാത്തവരും പ്രഷറും ഷുഗറും കൂടി കിടക്കുന്നവരും കിടപ്പ് രോഗികളും ഉണ്ട്. അവർക്കൊക്കെ ഈ പള്ളി വക വരുന്ന വന്ന് നോക്കുന്ന ഡോക്ടറും മറ്റാൾക്കാരും കൂടെ വന്ന് നോക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് വലിയൊരു സഹായമാണ്. രോഗമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ സാക്ഷരതാ പ്രവർത്തനങ്ങൾ അടക്കം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ടെന്ന് പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ മാത്യു കോശി പറഞ്ഞു. പുഷ്പഗിരി മെഡിക്കൽ കോളേജുമായും ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളുമായിട്ടും ഇതര സഭകളുമായിട്ടും ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട വീടുകൾ സന്ദർശിക്കുകയും അവരെ ആരോഗ്യ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ട എമർജൻസി ചികിത്സകൾ ഞങ്ങൾ നൽകും. ഗ്രാമപഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് CSI സഭയുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി കുഴിക്കാല പറയുന്നു. കോവിഡ് വ്യാപനത്തിന് മുൻപ് വരെ ആഴ്ചയിൽ 6 ദിവസം സന്നദ്ധ പ്രവർത്തകർ ഗൃഹസന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് ആഴ്ചയിൽ 3 ദിവസമായി ചുരുങ്ങി. വീണ്ടും ആഴ്ചയിൽ 6 ദിവസവും പദ്ധതിയുടെ പ്രയോജനം ഗ്രാമവാസികൾക്ക് എത്തിച്ചു നൽകാനുള്ള പരിശ്രമത്തിലാണ് സംഘാടകർ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.